മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതൃത്വത്തിലുള്ള മഹായൂതി സഖ്യം അനിഷേധ്യമായ വിജയം നേടുകയും എതിർപക്ഷം നിലംപരിശാവുകയും ചെയ്തപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന പരാജയമാണ് മഹാവികാസ് അഘാഡിക്കുണ്ടായത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കുണ്ടായ ക്ഷീണമാണ് മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ മറികടന്നത്. അതേസമയം ഝാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് അധികാരം പിടിക്കാനായി. ഹേമന്ത് സോറനെ ജയിലിലടച്ച ബി.ജെ.പിക്ക് ജനം തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകിയിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ പരാജയത്തെ ബി.ജെ.പി. നോക്കിക്കാണാൻ. ചമ്പൈ സോറനെ ജെഎംഎമ്മിൽ നിന്ന് അടർത്തിയെടുത്ത് ബി.ജെ.പി. നടത്തിയ രാഷ്ട്രീയ നീക്കവും പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിലെ പരാജയത്തിന് പകരമായില്ലെങ്കിലും ഇന്ത്യ സഖ്യത്തിന് ആശ്വസിക്കാവുന്ന വിജയമാണ് ഝാർഖണ്ഡിൽ കിട്ടിയത്. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലുമാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. അട്ടിമറികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. പാലക്കാട് യു.ഡി.എഫും ചേലക്കര എൽ.ഡി.എഫും നിലനിർത്തിയപ്പോൾ വയനാട് നിന്ന് രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി സഹോദരി പ്രിയങ്ക തന്നെയായി. വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടും മികച്ച ഭൂരിപക്ഷം നേടിയാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മുൻ തിരഞ്ഞെടുപ്പിൽ രാഹുൽ നേടിയ വോട്ടിനേക്കാൾ ഭൂരിപക്ഷമുണ്ട് പ്രിയങ്കയ്ക്ക്. വയനാട്ടിൽ ഇടതു സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് കാര്യമായ ചലനമുണ്ടാക്കാനായില്ല. ബി.ജെ.പി. ഒരു ഘട്ടത്തിലും ചിത്രത്തിലേ ഉണ്ടായില്ല എന്നതാണ് രസകരം. എന്നാൽ ബി.ജെ.പിക്ക് ഏറ്റവും കനത്ത തിരിച്ചടി ഉണ്ടായത് പാലക്കാട് മണ്ഡലത്തിലാണ്. അവർ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയ മണ്ഡലമാണ് പാലക്കാട്. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ അവർക്കായില്ല. പാർട്ടി ഭരിക്കുന്ന നഗരസഭാ പരിധിയിലെ വോട്ടുകൾ എണ്ണുന്ന ഘട്ടത്തിൽ പോലും ശ്രീ കൃഷ്ണകുമാറിന് പിന്നോക്കം പോകേണ്ടി വന്നു എന്ന് വേണം. ഇടയ്ക്ക് തിരച്ചു കയറിയെങ്കിലും 6ാം റൗണ്ട് പിന്നിട്ടതോടെ പൂർണ്ണമായും പിന്തള്ളപ്പെട്ടു. രാഹുൽ മാങ്കൂട്ട തിരിഞ്ഞു കിട്ടിയ 18,840 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ആരംഭിച്ച വിവാദം വോട്ടെടുപ്പിനു ശേഷവും അവസാനിച്ചിരുന്നില്ല. എൽ.ഡി.എഫ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരിൻ്റെ ചുവടുമാറ്റം മുതൽ സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശം വരെ കോൺഗ്രസ് ക്യാമ്പിൽ വിവാദമായി പലതും ഉണ്ടായിരുന്നു. അതൊന്നും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ല. പി. സരിൻ്റെ വിജയം അവകാശപ്പെട്ടുവെങ്കിലും 2ാം സ്ഥാനത്തെത്താൻ കഴിയുമെന്ന് എൽ.ഡി.എഫ്. ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലും ഉണ്ടായില്ല എന്നതാണ്. വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിലും 2ാം സ്ഥാനത്തേക്ക് കയറി നിൽക്കാൻ എൽ.ഡി.എഫിന് കഴിഞ്ഞതേയില്ല. ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയൊരു പക്ഷം രാഹുലിന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടു എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ വോട്ടുകൾ ഭിന്നിച്ചു പോയതാണ് സുരേഷ് ഗോപിക്ക് വിജയം സമ്മാനിച്ചതെന്ന തിരിച്ചറിവിൽ ആ അബദ്ധം ആവർത്തിക്കരുതെന്ന് ഉറപ്പിച്ചാണ് പാലക്കാട്ട് കോൺഗ്രസ് വോട്ടവകാശം വിനിയോഗിച്ചത്. ബി.ജെ.പി. ഭീഷണിയെ അവർ നിസ്സാരമായി കണ്ടില്ല എന്നതാണ്. ആ രാഷ്ട്രീയ ജാഗ്രതയുടെ കൂടി വിജയമാണ് പാലക്കാട്ട് ഉണ്ടായത്. ഷാഫി പറമ്പിലിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇരിപ്പിടം ഭദ്രമാക്കപ്പെട്ടു ഈ തിരഞ്ഞെടുപ്പോടെ എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ നോമിനിയായാണ് രാഹുൽ പാലക്കാട്ടെത്തുന്നത്. ഷാഫി വടകരയിൽ നിന്ന് എം.പിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ജയം ഷാഫി പറമ്പിലിന് അനിവാര്യമായിരുന്നു. രാഹുൽ അത് നേടുകയും ചെയ്തു. ഷാഫിയെ ലക്ഷ്യമിട്ട് സ്വന്തം ക്യാമ്പിലെ തന്നെ ചിലർ നടത്തിയ നീക്കങ്ങൾ കൂടിയാണ് ഇതോടെ പരാജയപ്പെട്ടത്. പാലക്കാട്ടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഷാഫിക്ക് തലയുയർത്തി നിൽക്കാൻ ഈ വിജയം ധാരാളം തന്നെ മതിയാവും. ചേലക്കരയിൽ യു.ആർ. പ്രദീപ് എൽ.ഡി.എഫിന് വേണ്ടി മണ്ഡലം നിലനിർത്തിയെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടായി. 2021 കെ. രാധാകൃഷ്ണന് കിട്ടിയത് 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. എന്നാൽ പ്രദീപിന് കിട്ടിയത് വെറും 12,202 ഭൂരിപക്ഷം. 27,198 വോട്ടിൻ്റെ കുറവാണ്. ആകെ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ 18,588 വോട്ടിൻ്റെ കുറവാണ് CPM ഉണ്ടായിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. 2021 കെ. രാധാകൃഷ്ണന് കിട്ടിയ വോട്ടുകൾ 2024 എവിടെ പോയി എന്ന് CPM തീർച്ചയായും പരിശോധിക്കേണ്ടി വരും. 3 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന ഭരണത്തിന് എതിരായ വികാരം തിരഞ്ഞെടുപ്പിൽ ചെറിയ തോതിലെങ്കിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. വയനാട്ടിൽ സത്യൻ മുഖേരി ആനി രാജയേക്കാൾ പിന്നോക്കം പോയതും പാലക്കാട് രാഹുലിന് മികച്ച വിജയമുണ്ടായതും ചേലക്കരയിൽ എൽ.ഡി.എഫിന് വോട്ട് കുറഞ്ഞതും ചേർത്ത് വയ്ക്കുമ്പോൾ ഇതിലെല്ലാം പൊതുവായി വർത്തിച്ച ഒരു ഘടകം ഭരണത്തോടുള്ള അസംതൃപ്തി ആണോ എന്ന് CPM പരിശോധിക്കേണ്ടി വരും. എന്നാൽ വർഗീയ ശക്തികളെ കൂട്ടിപ്പിടിച്ചാണ് യു.ഡി.എഫ്. വിജയം എന്ന പതിവ് വിശകലനത്തിൽ തന്നെ നിൽക്കുകയാണ് പാർട്ടി. വോട്ടർമാരെ ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ട് എത്ര കാലം CPM പിടിച്ചു നിൽക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം. രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാനുള്ള ഇച്ഛാശക്തി ആ പാർട്ടിക്ക് ഇപ്പോഴുമുണ്ട് എന്ന് കരുതുന്ന അണികളെ നേതാക്കൾ നിരാശപ്പെടുത്തരുത്.
PV അൻവറിൻ്റെ സ്ഥാനാർത്ഥി NK സുധീർ ചേലക്കരയിൽ 3920 വോട്ട് നേടി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് തീരെ നിസ്സാരമായ വോട്ടെണ്ണമല്ല. മലബാർ പൊളിറ്റിക്സിൽ നിന്ന് തികച്ചും ഭിന്നമായ രാഷ്ട്രീയ കാലാവസ്ഥയുള്ള മണ്ഡലത്തിൽ മത്സരിച്ചാണ് 4000-ഓളം വോട്ട് സുധീർ നേടിയിരിക്കുന്നത്. ആ മണ്ഡലത്തിൻ്റെ വികസന പിന്നോക്കാവസ്ഥയെ വോട്ടാക്കി മാറ്റാനാണ് അൻവർ ശ്രമിച്ചത്. നിലമ്പൂരിന് പുറത്തേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് എന്ന നിലയിൽ ചേലക്കരയിലെ DMKയുടെ പ്രകടനം അടയാളപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഇടത് വലത് മുന്നണികൾക്ക് അവകാശവാദങ്ങൾ ഉന്നയിക്കാനും തങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയം ജനം സ്വീകരിച്ചു എന്ന് വാദിക്കാനും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവസരം നൽകുന്നുണ്ട്. എന്നാൽ ഈ സീനിൽ നിന്ന് പാടെ പുറത്തായത് BJP ആണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധ സമീപനം ഈ ഫലത്തിൽ ഘടകമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. വഖഫിനെ മുൻനിർത്തി രാഷ്ട്രീയം കളിക്കാനും അത് വോട്ടാക്കി മാറ്റാനുമുള്ള BJPയുടെയും കാസ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും മോഹം കൂടിയാണ് ജനം 3 മണ്ഡലങ്ങളിലും തല്ലിക്കെടുത്തിയത്. വർഗീയതയ്ക്ക് വാഴാവുന്ന മണ്ണായി കേരളം മാറിയിട്ടില്ല എന്ന സുന്ദരമായ പരമാർത്ഥമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒന്നുകൂടി വ്യക്തമായിരിക്കുന്നത്.